താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. വാത്സല്യ കുഞ്ഞുങ്ങളെ, നമുക്ക് തുടർന്ന ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1-2 നിമിഷങ്ങൾ വേർതിരിക്കാം. പകൽക്കാലം നടക്കുന്ന ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയി തീരട്ടെ. ജോയിൻ ചെയ്യാനുള്ളവരെല്ലാം എത്രയും വേഗം ജോയിൻ ചെയ്യട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്ന് പ്രിയ സീന വർഗീസ് പ്രാർത്ഥിച്ചാട്ട്. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഏകാഗ്രതയോട് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സീന സിസ്റ്റർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയാ. ദൈവമേ, നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നിന്റെ സന്നിധാനത്തിൽ നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ചെടുത്തു വന്നിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ ശരീരം കൊണ്ട് അകലെയാണെങ്കിലും ആത്മാവിൽ ഒരുമിച്ച് കർത്താവെ നിന്റെ സന്നിധാനത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കാൻ ഒരുമനപ്പെട്ട ദൈവ സന്നിധാനത്തിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ. ഹല്ലേലൂയാ. നിന്റെ ദാസൻ നയിച്ചു കൊണ്ടുപോകുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ എല്ലാവരും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. വചനം ഉൾക്കൊള്ളുവാനും വചനം കേൾക്കുവാനും വചനപ്രകാരം ജീവിക്കുവാനും ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം ജീവനും ചൈതന്യമുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കാൻ ആ വചനം സന്ധി മജ്ജകളെ തുളയ്ക്കുമാറാക്കുന്ന ഇരുവായത്തിലുള്ള ഓഹോ രാബ റൗഡ ഓ രകല ഹർഷല രകൽ ഘടകതിരകതകരം തര മൂർച്ചയേറിയ വചനമായിരിക്കാൻ ആ വചനം ഇന്നത്തെ പൽക്കാരൻ രാവിലെ സമയം ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന തോർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വർഷിപ്പിൽ ലീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തിയാട്ടെ. നിന്റെ മൃദുല സ്വരം കേൾക്കുവാൻ ഞങ്ങൾ കാതു കൂർപ്പിച്ചു വന്നിരിക്കുന്നു കർത്താവേ. അന്ത്യനാളാകിയാൽ തന്നെത്താൻ ഒരുക്കിക്കൊണ്ട് കർത്താവേ ഒരു മണവാളന് വേണ്ടി മണവാട്ടി കാത്തിരിക്കുകയാണ് കർത്താവേ. നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ നീ സൂക്ഷിക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരം വരലടമേ. കർത്താവിനോട് പ്രാർത്ഥന സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു പാട്ടിന്റെ 1-2 ഈരടികളൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു അലേഷ മോള് ഇപ്പോൾ ഒരു പാട്ട് പാടും. നീ സരി സരി മാരി മപാനി മമ പസസനി ബനി ബമരി പാമരി മരി സനി ഒരു കരുണാര സമാന സമ അനിശമിരി പദാല സാമ്യ സുഗമമ നീതിയ യഹോവയേ തിരു ചരണമെന്റെ ശരണം നീതിയ യഹോവയേ തിരു ശരണമെന്റെ ശരണം ദേവനിന്നുടെ ജ്ഞാനം മമ താപമാറ്റിടും നൂനം പാവനാശയ മാനസവാനം പാർക്കുവതി നിന്തിരു മോദവിമാനം നീ സരി സരി മാരി മപാനി മമ പസസനി പനി പമരി പാമരി മരി സനി ഒരു കരുണ സമാന സമ അനിജമിരി പദാല സാമ്യ സുഗമമ നീതിയ യഹോവയേ തിരു ചരണമെന്റെ ശരണം ശ്രീതരും താവ പാദമദം കേരമകറ്റി പരിമാലിപ്പതന്നെ ശ്രീതരും താവ പാദമദം കേരമകറ്റി പരിമാലിപ്പതന്നെ നീ സരി സരി മാരി മപാരി മമ പസസനി പനി പമരി പാമരി മരി നീ ഒരു കരുണാര സമാന സമ അനിശമിരി പദാല സാമ്യ സുഗമമ
നീതിയാ യഹോവയേ തിരു ശരണമെന്റെ ശരണം. Praise the Lord. നീതിയാ യഹോവയേ തിരു ശരണമെന്റെ ശരണം. താങ്ക് യു. താങ്ക് യു മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്ന് നമ്മൾ കർത്താവിന്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, ദൈവമക്കൾ, എൻ്റെ സ്നേഹിതരായ പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ അനേകര് കൂടുവാനിടയായി. പലപ്പോഴും മനുഷ്യന്റെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ. വന്നവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പരിശുദ്ധാത്മാവ് ആരെങ്കിലും കൂട്ടുവരുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം കൂട്ടുവരുത്തുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് ആലയ സമർപ്പണത്തെ കുറിച്ചാണ്. ആരാധനാലയ സമർപ്പണം. എന്നാൽ ആരാധനയെ കുറിച്ചും ആലയത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പഴയ നിയമ പുതിയ നിയമ ബന്ധത്തിൽ ചിന്തിക്കുവാനിടയായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്തോത്രം ഡെത്തിനെ കുറിച്ചാണ്, മരണത്തെ കുറിച്ചാണ്. ആരും പേടിയോടുകൂടെ ദൈവസന്നെ ഇരിക്കുകയല്ല, പ്രാർത്ഥനയോട് ഇരിക്കുക. ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നിരന്തരം ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതാണ്. ലിവ് വിത്ത് ഗാഡ്. ദൈവത്തോടു കൂടെ വസിക്കുക. എന്നാൽ ദൈവം മനുഷ്യന് കൊടുത്ത അതിർവരമ്പുകൾ മനുഷ്യൻ ലംഘിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അവർ പാപത്തിന് അടിമകളായി. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം, അതുകൊണ്ട് അത്രയൊന്നും പോകുന്നില്ല. എന്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയട്ടെ. 2 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യവും എബ്രായ ലേഖനം 9:27. അതുകൊണ്ട് ഏക മനുഷ്യനായാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അങ്ങനെ മരണം എല്ലാവരിലും പരന്നു അല്ലെങ്കിൽ വ്യാപരിച്ചു. സ്തോത്രം. പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മരണമുണ്ടായത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് മനപ്പാടമായി അറിയാവുന്ന വാക്യമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ മതി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. പണ്ടൊരാള് ചോദിച്ചു, മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനൊറ്റ വഴിയേ ഉള്ളൂ, ജനിക്കാതിരിക്കുക. ജനിച്ചാൽ എന്ത് ചെയ്യണം? മരിക്കണം. ജനനം എന്നുള്ളതിന് 3 വാക്കാണ്. മരണം എന്നുള്ളതിന് 3 വാക്കാണ്. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ട് നമ്മൾ ജനിച്ചതല്ല. നമ്മുടെ ജനനത്തിന്റെ സ്രഷ്ടാവ് ദൈവമാണ്. ദൈവമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജനിപ്പാനുള്ള ഭാഗ്യം തന്നത്. അതുപോലെ മരണമെന്നുള്ളതും നാം തിരഞ്ഞെടുക്കുന്നതല്ല. ജനനം നമ്മൾ തിരഞ്ഞെടുക്കാത്തതുപോലെ മരണവും നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്.
ചിലർ തിരഞ്ഞെടുക്കാറുണ്ട്, അത് വേറെ സംഭവമാണ്. അത് ദൈവമായിട്ട് ബന്ധമുള്ള വിഷയമല്ല. സ്തോത്രം. ദൈവത്തോടുകൂടെ മരണമില്ലാതെ യുഗായുഗം പാർക്കാനാണ് ദൈവം ആദമിനെ ഹവ്വയെയും തിരഞ്ഞെടുത്തത്. എന്നാൽ ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ അവർ ലംഘിച്ചതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവർ പാപികളായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. പേര് പറയാമോ? ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യൻ എത്ര വർഷം ജീവിച്ചു? 969 years. 969 സംവത്സരം ജീവിച്ചു. ആദാം എത്ര വർഷം ജീവിച്ചു? ആദാം സംശയം മാറാൻ വേണ്ടി ഉൽപ്പത്തി 5:5 വായിച്ചേ. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദാമിന്റെ ആയുഷ്കാലം 930. സ്തോത്രം. നമുക്കൊക്കെ എത്ര വയസ്സുണ്ട്? എത്ര നാള് നമ്മൾ ജീവിക്കും? ആദാമിനെ പോലെ മെഥൂശലഹിനെ പോലൊക്കെ ആയാൽ കൊള്ളാവുന്ന ആഗ്രഹമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ നടക്കുകയില്ല. നമുക്കറിയാം, നോഹയുടെ കാലത്തെ ജലപ്രളയത്തോടുകൂടെ മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം ചുരുക്കി. മനസ്സിലായോ? ബൈബിള് പറയുന്ന 70-80 എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ ചെറുപ്പക്കാരാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ അഭാഗത്തേക്ക് വരാം. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തോടുകൂടെ യുഗായുഗം മരണമില്ലാതെ പാർക്കാൻ ദൈവം സൃഷ്ടിച്ചതാണ് ആദമിനെ ഹവ്വയെ. പക്ഷേ ആദാം 1000 സംവത്സരം തികച്ച് ജീവിച്ചില്ല. മെഥൂശലഹ് 1000 വർഷം തികച്ച് ജീവിച്ചില്ല. 1000 വർഷം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പത്രോസിന്റെ 2-ാം ലേഖനം ഒന്ന് എടുത്തേ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. 2 പത്രോസ് 3:8. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും മതി. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ദൈവത്തിന്റെ ഒരു ദിവസം തികച്ച് ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച ആദാമിന് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ഒരു ദിവസം പൂർണ്ണമാക്കാൻ മെഥൂശലഹിന് കഴിഞ്ഞില്ല. രാവിലെ ജനിക്കുന്നു, 4 മണിയായപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. മെഥൂശലഹ് രാവിലെ ജനിക്കുന്നു, സന്ധ്യയായപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. ദൈവത്തിന്റെ ഒരു ദിവസത്തിൽ ഒരു ദിവസം തികയ്ക്കുവാൻ ആദാമിനും ആദാമിന്റെ
സന്താന പരമ്പരകൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? സ്തോത്രം, പാപമാണ്, അല്ലെങ്കിൽ അനുസരണക്കേടാണ്. ആദ്യത്തെ പാപം എന്താണ്? അനുസരണക്കേടാണ്. നമുക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചില കാര്യങ്ങളോട് ചിന്തിച്ചു വരികയാണ്. സ്തോത്രം. പ്രധാനമായി 3 നിലകളിലുള്ള മരണമുണ്ട്. There are 3 types of them. 3 നിലകളിലുള്ള മരണം. ഒന്ന്, നമ്മുടെ ശാരീരിക മരണം, ഫിസിക്കൽ ഡെത്ത്. എല്ലാ ജീവജാലങ്ങളും ശാരീരിക മരണത്തിന് വിധേയമാകേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പറവകളും ഇഴജാതികളും എല്ലാം ഒരിക്കൽ മരിക്കും. അല്ലെങ്കിൽ മൃഗങ്ങൾ മരിക്കുമെന്ന് പറയാറില്ലേ, ചാകുമെന്നേ പറയത്തു, അല്ലേ? ഈച്ച മരിച്ചെന്നാലും പറയൂ? പറയത്തില്ല. ഒരു പാമ്പ് മരിച്ചെന്ന് പറയൂ? മരണമെന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ. മനുഷ്യനുള്ള ബന്ധത്തിലാണ് മരണം, മറ്റൊക്കെ വേറെയാ. സ്തോത്രം. ഒന്ന് ശാരീരിക മരണം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെത്ത്. സെക്കൻഡ് വൺ ഈസ് ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്. എന്താണ് ആത്മീയ മരണം? ഒരു വാക്ക് പറഞ്ഞു വിടാം. ദൈവത്തിൽ നിന്നകന്ന് സാത്താന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് ആത്മീയമായി മരിച്ചവർ. യെശയ്യാപ്രവചനം 59-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 59-ന്റെ 2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. മനുഷ്യന്റെ അകൃത്യങ്ങൾ, മനുഷ്യൻ കൃത്യമല്ലാത്തത് ചെയ്യുന്നതാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്തത്. ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുമ്പോൾ അവൻ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കും. They are dying without God. ദൈവമില്ലാതെ ഒരു മരിക്കുന്നു. മനസ്സിലായോ? Your iniquities have separated you and your God. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തത്, അകറ്റിക്കളഞ്ഞത് പാപമാണ്. ദൈവത്തോടുകൂടെ വസിക്കേണ്ട ആദാം, ദൈവത്തോടുകൂടെ വസിക്കേണ്ട ഹവ്വ, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം പറഞ്ഞ ഒരു ദിവസം ആദവിനോ ഹവ്വയ്ക്കോ തികയ്ക്കാൻ പറ്റിയില്ല. തിന്നുന്ന നാളിൽ നീ മരിക്കും. ചിലർ ചോദിക്കാറുണ്ട്, അന്ന് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദാവിന് 930 വയസ്സ് കിട്ടിയല്ലോ എന്നൊക്കെ. അവിടാണ് ദൈവത്തിന്റെ ദിവസമൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ദൈവം എന്താ മീൻ ചെയ്തെന്ന് പഠിക്കണം. അന്തമില്ലാത്ത യുഗത്തിൽ ദൈവത്തിന് മരണമില്ലാത്തതുപോലെ ദൈവത്തോടുകൂടെ നിത്യമായും വസിക്കേണ്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം തികച്ചു ജീവിപ്പാൻ അവന് കഴിയാതെ പോയി. അന്നേരം ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അവസ്ഥ. അതാണ് ആത്മീയ മരണം. മൂന്നാമത്തെ മരണമാണ് എറ്റേണൽ ഡെത്ത്, അതിൽ നിത്യ മരണം. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരിക്കലും ജീവനിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മീയ മരണത്തിൽ തന്നെ തുടരുകയും
അതിന്റെ ഫലമായി നിത്യനാശത്തിലേക്കും പോകുന്ന അവസ്ഥയാണ് നിത്യമരണം. മരണത്തെക്കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ മരണമെന്നുള്ളത്. ആ പദം പോലും കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നമ്മള് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ സത്യത്തിൽ കൂടെ മനുഷ്യൻ പോയേ മതിയാകുകയുള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെമിനാരിൽ പഠിച്ച ഒരു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി കെ രാജൻ അവറുകൾ, വടക്കേന്ത്യയിൽ ദീർഘവർഷങ്ങൾ കുടുംബമായി ദൈവവേലയിൽ ഒരു ദൈവദാസൻ, സമ്മർ വെക്കേഷന് കുടുംബമായി കഴിഞ്ഞ മുമ്പത്തെ വ്യാഴാഴ്ച നാട്ടിൽ വന്നു. അദ്ദേഹം എൻ്റെ ഒരു നാട്ടുകാരൻ കൂടാണ്. എന്നാല് 3 ദിവസത്തേക്ക് മുമ്പ് ആ കർത്താവിന്റെ ദാസൻ പെട്ടെന്നൊരു അസ്വസ്ഥയുണ്ടായി. ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. കേവലം 54 വയസ്സ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. നമുക്കറിയാം, ഭൂമിയിൽ ഏത് സാധന സാമഗ്രികൾ വാങ്ങിച്ചാലും അതിന് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒക്കെ ഉണ്ട്. മനുഷ്യന് മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല. ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് മരിക്കുമെന്നുള്ളത് ഭൂമിയിൽ ആർക്കും അറിയത്തില്ല. ദൈവത്തിന് മാത്രം അറിയാവുന്ന മർമ്മം. സ്തോത്രം. ജനിക്കാൻ അവസരം തന്ന ദൈവത്തിന് മാത്രമേ ആ ജീവനെ തിരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ആ സമയം ദൈവത്തിന് മാത്രം മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം 2:17 തിരുവചന വെളിച്ചത്തിൽ കൂടെ ചില കാര്യങ്ങൾ ചിന്തിക്കാം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നരുത്. ഇറ്റ് ഈസ് എ വാണിംഗ്. ഇതൊരു മുന്നറിയിപ്പാണ്. ദൈവം നമ്മളോട് പറയുന്ന ഏത് വാക്കിനും ഭയങ്കര ഗൗരവമുണ്ട്. എന്റെ കർത്താവ് ഒരിക്കലും ജോക്ക് പറയത്തില്ല. He says always truth. സത്യം മാത്രം പറയുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ ഫോഷ്ക്ക് പറയുന്നത് പിശാചാണ്. തിന്നരുത്. വാണിംഗ് ആണ്, ഒരു കമാൻഡാണ്. പക്ഷെ അവളെന്ത് ചെയ്തു? സാത്താന്റെ ഇംഗിതമനുസരിച്ച് അതിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ ആലോചനയേക്കാൾ സാത്താന്റെ ആലോചനയെ വലുതായിട്ട് കാണുവാനിടയായി. മനസ്സിലായോ? അങ്ങനെ ആ ഫലം പറിച്ചു തിന്നു. അവിടെ ഭർത്താവിനും കൊടുത്തു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഭയങ്കര അകൽച്ച ഉണ്ടായി. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിന് ഇറങ്ങി വന്നു. ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് കഴിഞ്ഞ നാളുകളിൽ എങ്ങുമില്ലാത്തൊരു ഭയം ആദവനുണ്ടായിട്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ അവൻ ഒളിച്ചിരിക്കുവാനിടയായി. ഒരു അനുസരണക്കേട് കാണിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവത്തോട് അടുക്കാനുള്ള ടെൻഡൻസി കുറയുകയും അകന്നു പോകാൻ ഇടയായിത്തീരും. ഭയം തട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ പ്രഭാതത്തിൽ തിരുവചനം പഠിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നീ ദൈവത്തിന്റെ ആലോചന അനുസരിച്ചാൽ നീ ഭയപ്പെടേണ്ടതില്ല. സ്തോത്രം. ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തോട് യഹോവയുടെ സഖിത്വം, 25-ാം സംഗീതം നമ്മൾ വായിക്കുന്നു. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. ദൈവത്തോട് സഖിത്വം കൂടാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അബ്രഹാം യഹോവയുടെ ഫ്രണ്ടായിരുന്നു എന്ന്
ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമ്മുടെ സ്നേഹിതനായിട്ട്, അല്ലെങ്കിൽ ദൈവം നമ്മെ ഒരു സ്നേഹിതനായിട്ട് കാണണമെങ്കിൽ സ്തോത്രം, ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷന്, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇന്റിമസി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നേരം അനുസരണക്കേടിന്റെ ഫലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അനുസരണക്കേടിന്റെ ഫലമാണ് എന്ത്? മരണം എന്നുള്ളത്. ഇനി ആർക്കാണ് മരണം? നമ്മൾ ആദ്യമേ വായിച്ചു എബ്രായർ 9:27. എല്ലാവർക്കും മരണമുണ്ട്. റോമാലേഖനം നമ്മൾ വായിക്കുന്നു, all have sinned and come short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെങ്കിൽ എല്ലാവർക്കും മരണമുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. Death is appointed to all. എല്ലാവർക്കും നിയമിച്ചിരിക്കുന്ന കാര്യമാണ് മരണമെന്നുള്ളത്. സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കുകയാണ്, മരണം സത്യമാണെങ്കിലും മരണത്തെ പരാജയപ്പെടുത്തിയ ഒരാളുണ്ട്. പേര് പറയാമോ? മരണത്തെ പരാജയപ്പെടുത്തിയതാരാ? യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജോസ്. യേശുക്രിസ്തുവാണ് മരണത്തെ പരാജയപ്പെടുത്തിയത്. ആമേൻ. നമ്മുടെ ലീഡർ, അല്ലെ നമ്മുടെ നേതാവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മരണത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ നാമും ഒരു ദിവസം പാപത്തിന്റെ ഫലമായി മരണത്തെ നമ്മളും പരാജയപ്പെടുത്തും. ഒരാമേൻ പറയാമോ? സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിശുദ്ധന്മാർ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കണം. റോമാലേഖനം 6:9, വെളിപ്പാട് പുസ്തകം 1:18. റോമാലേഖനം 6:9 മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നു. ആമേൻ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരണത്തിന് അവന്റെ മേൽ എന്തില്ല? കർത്തൃത്വമില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. പിശാചും മതവും റോമൻ പടയാളികളും പൗരോഹിത്യവും എല്ലാം ഒരുപോലെ യേശുവിനെ ഉയർക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ ക്രൂശിൽ തറച്ച് കൊന്ന് അരിമത്ഥ്യ യോസേപ്പിന്റെ കല്ലറയിൽ അവനെ അടക്കിയെങ്കിലും സ്തോത്രം, 3-ാം ദിവസം യേശു പറഞ്ഞ പോലെ മരണപാശങ്ങളെ അഴിച്ച് എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. പലസ്തീൻ നാട്ടിൽ അനേകരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കല്ലറയിലില്ല. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി അണിടുവാൻ
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എത്ര സന്തോഷമാണ് ആ പാട്ട്. സ്തോത്രം. നമ്മൾ പാടുപോലെ എന്നെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 1:18 വായിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I am alive forever. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ യേശു ഉയർപ്പിച്ച പലരുണ്ട്. നയിലെ വിധവയുടെ മകനെയും ഈ യായിറോസിന്റെ മകളെയും ബഥാനിലെ ലാസറിനെ ഒക്കെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ പിന്നെയും മരിച്ചു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, യേശു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര സൂപ്പർ പ്രൊക്ലമേഷൻ, ഒരു ഭയങ്കര ഒരു പ്രസ്താവന നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54-55 വാക്യങ്ങൾ. 1 Corinthians chapter 15. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? Praise the Lord. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഞാനിതൊക്കെ പഠിപ്പിക്കുമ്പോൾ പല പാട്ടുകൾ എന്റെ മനസ്സിൽ കിടവരും. ഭക്തന്മാരൊക്കെ എഴുതിയ പാട്ട് ചുമ്മാതെ എഴുതിയല്ല. അതാളമേ മരണമേ, നിന്നൂടെ ജയമേ വീടേ, കുഞ്ഞാട്ടിൻ നിണം ഓട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. കുഞ്ഞാട്ടിൻ നിണം ഓട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ഹല്ലേലൂയ, ദൈവത്തിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. മരണത്തിനൊരു ജയമുണ്ടായിരുന്നു, മരണത്തിനൊരു വിഷമുള്ളുണ്ടായിരുന്നു. കാൽവരി കുലമരത്തിൽ മരണത്തെ എന്റെ കർത്താവ് തോൽപ്പിച്ചു. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മരണം എന്ന് പറയുന്നത് നിത്യമരണമല്ല. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ കുറിച്ച് വചനം പറയുന്നത് അവരുടെ മരണം ഉറക്കമാണ്. യേശു എന്താ പറഞ്ഞത്? നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, നാം അവരെ ഉണർത്താൻ പോകുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങുന്നവനെ കുറച്ച് കഴിയുമ്പോൾ അവൻ ഉണരും. വിശുദ്ധന്മാരാരെല്ലാം മരിച്ചിട്ടുണ്ടോ? അവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ രൂപാന്തരം പ്രാപിച്ചവർ അവരോടൊന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം
ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമുക്ക് ആശ്വസിക്കുവാൻ ദൈവം തന്ന വചനമാണ്. യേശു വരും, നാം പുനരുത്ഥാനം പ്രാപിക്കും, അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അന്നേരം കർത്താവ് പറഞ്ഞു, മരണമേ, ഇനി നിനക്ക് ജയമില്ല. മരണത്തിന്റെ വിഷമുള്ള എടുത്തു കളഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റൊരു കാര്യം, എന്നൊരു ചിന്തയുണ്ട്. വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനമുണ്ട്. അങ്ങനെ ആകുമ്പോൾ ദുഷ്ടന്മാർക്ക് എന്നാ ഉള്ളത്? വിശുദ്ധന്മാർക്കും പുനരുദ്ധാനമുണ്ട്, ദുഷ്ടന്മാർക്കും പുനരുദ്ധാനമുണ്ട്. പക്ഷേ ഈ രണ്ടു കൂട്ടരുടെയും പുനരുത്ഥാനം രണ്ട് നിലകളിലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ട് സമയങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 24-ന്റെ നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു. ഓർക്കെ ഒന്നുകൂടെ വായിച്ചേ. നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന്. നീതിമാന്മാർക്കും പുനരുദ്ധാനമുണ്ട്, നീതി കെട്ടവർക്കും പുനരുദ്ധാനമുണ്ട്. സ്തോത്രം. നമുക്കറിയാം, കർത്താവ് വന്നു കഴിഞ്ഞാൽ വിശുദ്ധന്മാര് രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിന് ഒരുമിച്ച് എടുക്കപ്പെടും. പിന്നെ ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടമാണ്. ഏതൊരു ക്രിസ്തുവാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അതിനുശേഷം, മഹോപദ്രവ കാലഘട്ടത്തിന് ശേഷം 1000 വർഷം ഈ ഭൂമിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരൂശലേമിനെ കേന്ദ്രമാക്കി ഈ ഭൂമിയിൽ ഭരിക്കുവാനിടയായിത്തീരും. അവിടെയാണ് യേശുവിന്റെ രാജ്യഭരണം നമ്മൾ കാണുന്നത്. 1000 വർഷം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച എന്നൊക്കെ നമ്മൾ പറയും. 1000 വർഷം യേശുവിന്റെ ഭരണം. അതിനു മുമ്പ് 7 വർഷം അന്ത്യക്രിസ്തുവിന്റെ ഭരണം. അതിനുശേഷം 1700 കർത്താവായ യേശു ക്രിസ്തു വന്ന് വിശുദ്ധന്മാരെ ചേർത്തതിന് ശേഷം 1007 വർഷം കഴിഞ്ഞാണ് ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. നിങ്ങൾ സമയം പോലെ വെളിപ്പാട് ദിവസം 20-ാം അധ്യായം വായിച്ചാൽ മതി. വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരം നോക്കിക്കേ, നീതിമാന്മാരുടെ പുനരുത്ഥാനം, നീതികെട്ടവരുടെ പുനരുത്ഥാനം. നമുക്ക് ചില വാക്യങ്ങളോടൊന്ന് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 5 മുതൽ 10 വരെ. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരുതി വെക്കുന്നു. അവൻ ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് ദൈവത്തിനൊരു കോപ ദിവസമുണ്ട്. അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് നീ വിശുദ്ധനായി ജീവിച്ച്, അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ ഈ പരസ്യമൊക്കെ നടത്തുമ്പോൾ പറയുന്നുണ്ട്, പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിച്ചാൽ അവന് നിത്യ നരകമാണ്. ദൈവത്തിന്റെ കോപ ദിവസം പോകും. എന്നാൽ പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ചു വരുമ്പോൾ പരിശുദ്ധനായ യേശു തമ്പുരാനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചാൽ അവൻ നിത്യജീവികളിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം.
ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 12:2. ഒരുപാട് വാക്യങ്ങളുണ്ട്, എല്ലാം ഒന്ന് വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. വായിക്കാം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. നിത്യജീവങ്കിലേക്കുള്ളൊരു പുനരുദ്ധാനമുണ്ട്. അതിനാ നമ്മൾ കാത്തിരിക്കുന്നത്. Our Lord Jesus Christ come at any time. We are looking forward for his advent. അവന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തേത് നിത്യശിക്ഷാവിധിയിലേക്കുള്ള പുനരുദ്ധാനം. അത് ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്. അവിടെ ആരും രക്ഷപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ, ബൈബിളിൽ സ്തോത്രം, അന്ത്യന്യായവിധി, വലിയ വെള്ളസിംഹാസനം, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നുപെട്ട ആരും രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഒന്നാം മരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വേർപാടാണ്. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിന് പോകുന്ന വേർപാടാണ്. രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യ നരകമാണ്. ജയിക്കാത്തവന് നിത്യശിക്ഷാവധിയുണ്ട്. നിങ്ങൾ സമയം പോലെ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളൊക്കെ വായിക്കണം. അവിടെ 7 സഭകൾക്കുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്രശംസിച്ചൊക്കെ പറയുന്നുണ്ട് പല സഭകളോടും. പക്ഷെ ഒടുവിൽ ഓരോ സഭയോടും വ്യക്തമായി പറയുന്നുണ്ട്, ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് കൊടുക്കും. നമുക്കറിയാം, സ്മുർന സഭയെ കുറിച്ചും ഫിലാഡൽഫിയ സഭയെ കുറിച്ചും ഒന്നും വലിയ കുറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും അവർക്കും ഒരു കുറ്റവും ഇല്ലെന്ന് പറയുന്ന സഭയ്ക്കും കർത്താവ് പറയുകയാണ്, നീയും ജയിക്കണം, ജയിക്കാൻ വേണ്ടി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മളെ തോൽപ്പിക്കുന്ന ഒരു ശക്തി നമ്മുടെ ചുറ്റുമുണ്ട്. പാപത്തിന്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റിലുമുണ്ട്. പാപത്തിന്റെ ശക്തി നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചവർക്ക് പിന്നെ മരണമില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് മരണത്തിൽ നിന്ന് പുനരുത്ഥാനം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചു. എന്റെ കർത്താവ് പറയുകയാണ്, എന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. സ്തോത്രം. പിന്നെ കർത്താവിന് മരണമില്ല. മരണത്തെ എന്നേക്കുമായി നീക്കിക്കളയുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം വായിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന പ്രാരംഭകാലങ്ങൾ മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, വെളിപ്പാട് പുസ്തകം പഠിക്കാൻ കൃപ തരണേ. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ആദ്യം ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്ന് വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 21:5. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഇനി കഷ്ടതയും മരണം ഉണ്ടാകുകയില്ല. അതിന്റെ മരണം ഉണ്ടായതാ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. മരണം ഉണ്ടാക്കിയതാരാ? ആദമും ഹവ്വയും. എങ്ങനെ? അനുസരണക്കേടിനാൽ. എന്നാൽ പുതിയ യെരൂശലേമിൽ
ഇനി മരണം ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാം വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 20:36. അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൂതർ തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അവർ പുനരുത്ഥാനത്തിന്റെ പുത്രന്മാരാകയാൽ അവരാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവദൂത തുല്യർ. ചുരുക്കി പറഞ്ഞാൽ നിത്യതയിൽ മരണമില്ല. ആമേൻ പറയാം. Praise the Lord. There is no death in eternity. നിത്യതയിൽ മരണമില്ല. സ്തോത്രം. ഇനിയും ചില ചിന്തകളൂടെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സ്തോത്രം. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം സംഭവിക്കുന്നതിന് മുൻപ് അനേക വിശുദ്ധന്മാർ മരിച്ചിട്ടുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് മുൻപ് അനേക ദുഷ്ടന്മാര് മരിച്ചിട്ടുണ്ട്. കായീനും മരിച്ചിട്ടുണ്ട്, ശേത്തും മരിച്ചിട്ടുണ്ട്, അല്ലേ? അന്നേരം ഇവരെവിടാ പോയേക്കുന്നത്? പഴയ നിയമ വിശുദ്ധന്മാർ എവിടെ പോയി മരിച്ചപ്പോൾ? പഴയ നിയമ ദുഷ്ടന്മാർ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദുഷ്ടന്മാർ മരിച്ചപ്പോൾ അവർ എവിടെ പോയി? സ്തോത്രം. നമുക്ക് 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിട്ടേക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ തൊട്ട് മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചിട്ട്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, നിർത്തി പോകൂ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ മടി. ഇനി വായിച്ചു. ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ധനവാനും മരിച്ചു. ദരിദ്രനും മരണമുണ്ട്, ധനവാനും മരണമുണ്ട്. ധനവാനും മരിച്ചു, അവനെ അടക്കി. ചില വിചാരിക്കും അടക്കത്തിലാണ് സ്വർഗം കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ ധനവാന് കിട്ടണമായിരുന്നു. ഒരടക്കവും ആർക്ക് കിട്ടിയില്ല? ലാസറിന് കിട്ടിയില്ല. വ്രണം നിറഞ്ഞ ആ മനുഷ്യനെ ധനവാന്റെ വേലക്കാര് ഏതെങ്കിലും പുറംപോക്കിൽ കൊണ്ടുപോയി അടക്കി കാണുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിക്കൊണ്ടിട്ട് കാണും. അടക്കമില്ല. ആരടക്കാൻ? അവന്റെ കൂട്ടുകാര് നായ്ക്കളായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവന്റെ ബന്ധവും സ്വന്തവും എന്ന് പറയുന്ന നായ്ക്കളായിരുന്നു. വേറെ ആരും അവിടെ ഇല്ല. പക്ഷേ ലാസറിന് അടക്കം കിട്ടിയില്ലെങ്കിലും അവന്റെ ഒടുക്കം ഏറ്റവും നല്ലതായിരുന്നു. രാമൻ പറഞ്ഞാട്ട് അടക്കത്തിന്റെ പേര് പറഞ്ഞും ശവക്കോട്ടയുടെ പേര് പറഞ്ഞും ഒക്കെയാണ് പലരും കർത്താവിന്റെ സന്നിധിയിൽ വരാതെ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഒരടക്കവും വാത്സല്യ സഹോദര നിനക്ക് ഈ ഭൂമി കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം
നല്ല സ്മെല്ല് മാത്രമല്ല, അത് നല്ല കുറിച്ച് സോറി, ഒരടക്കവും നിനക്ക് ഈ ഭൂമി, ഈ ലോകം സമ്മാനിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ ആനയിച്ച് അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോകാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവിയാണെന്ന് ഓർക്കണം. ധനവാന് ഭയങ്കര അടക്കം കിട്ടി. രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നു വന്ന് കാണും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവന്റെ പേരിൽ കണ്ടേക്കാം. സാമൂഹിക നേതാക്കന്മാര്, പള്ളിപ്രമാണികള്, ഉന്നതന്മാരൊക്കെ വന്നിട്ടുണ്ട്. വാഹനത്തിന്റെ അകമ്പടിയോ കുതിരപ്പടയോ മൂത്തുക്കൊടയോ ഈട്ടിയിലോ തേക്കിലോ തീർത്ത ശവപ്പെട്ടിയോ നല്ല ബാൻഡ് മേളവും ഒക്കെ കണ്ടേക്കാം. ഇത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞു കാണും, എന്തോ നല്ല അടക്കമായിരുന്നു, ഇതുകൊണ്ടാണ് ഞങ്ങള് ഈ കൊട്ടാനും പാടാനും ഒന്നും പോകാത്തത്. പക്ഷെ അവിടെ വായിക്കുന്നത്, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. അല്ലേ? നോർത്ത് നോക്കി, രണ്ട് സ്ഥലം നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഒന്ന്, ഒരു വിശുദ്ധൻ മരിച്ചാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അബ്രഹാമിന്റെ മടിയിലേക്കും, ദുഷ്ടൻ മരിച്ചാൽ അവൻ പാതാളത്തിൽ യാതനാസ്ഥലത്തും എത്തും എന്നുള്ളത് ഇത് ഉപമയല്ല, കഥയല്ല, ഇത് യേശു പറഞ്ഞ ഒരു ചരിത്ര സത്യമാണ്. ചിലർ പറയും ധനവാന്റെ ലാസറിന്റെ ഉപമ എന്നൊക്കെ പറഞ്ഞങ്ങ് വിടും. ഒന്നുമല്ല. അത് അറിയണമെങ്കിൽ ധനവാൻ യാതനാസ്ഥലത്ത് ചെന്നപ്പോൾ, ആ ലൂക്കോസിന്റെ സുവിശേഷം അത് വായിക്കണമെന്നില്ല, നമ്മൾ 16-ാം അധ്യായം നിങ്ങൾ 23 മുതൽ ലാസ്റ്റോട് വായിച്ചാൽ മതി. അവന് യാതനാസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവന്റെ വേദന സഹിക്കാൻ വയ്യ, ദാഹം സഹിക്കാൻ വയ്യ. അന്നേരം അബ്രഹാം പിതാവിനോട് പറഞ്ഞു, എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, അവരോട് ഈ സത്യം പറയാൻ എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പറഞ്ഞു യേശു പറഞ്ഞതിനറിയാം, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവത്തെ എടുത്തുദ്ധരിച്ചാണ് യേശു ഈ കാര്യം പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്ന് എടുത്ത് 30-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. യഹോവേ, നിന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. 86-ാം സങ്കീർത്തനം 13-ാം വാക്യം. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. The lowest hell, അധമ പാതാളം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഓർത്തിരിക്കുക. ഒന്ന്, പഴയ നിയമ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവർ ചെന്നിരുന്ന സ്ഥലം അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഷിയോളിന് 2 ഭാഗം. ഷിയോൾ എന്നാണ് ആ ഭാഗത്തിന് പറയുന്നത്. അതിന് മുകളിലത്തെ പാതാളമെന്നും അധമ പാതാളമെന്നും പേരുണ്ട്. മുകളിലത്തെ ഭാഗത്ത് തന്നെയാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. അവിടാണ് പഴയ വിശുദ്ധന്മാർ വന്നു ചേർന്നത്. എന്നാൽ താഴത്തെ ഭാഗമാണ് അധമ പാതാളം. ഇവിടെ വായിച്ച ദാവീദ് പറയുകയാണ്, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദുഷ്ടന്മാർ മരിക്കുമ്പോൾ ചെല്ലുന്ന സ്ഥലമാണ് അധമ പാതാളം. മനസ്സിലായോ? മറന്നു പോകല്ലേ.
അന്നേരം അബ്രഹാമിന്റെ മടിയില് അനുഗ്രഹമുണ്ട്, അബ്രഹാമിന്റെ മടിയിൽ അംഗീകാരമുണ്ട്, അബ്രഹാമിന്റെ മടിയിൽ ആശ്വാസമുണ്ട്. ലാസറിന് അബ്രഹാമിന്റെ മടിയിൽ ഭയങ്കര അനുഗ്രഹമാണ് കിട്ടിയത്. അവൻ വ്രണം നിറഞ്ഞ നായ്ക്കളാണ് അവന്റെ വ്രണം നക്കുന്ന സന്ദർഭത്തിലാണ് അവൻ മരിച്ചു പോകുന്നത്. പക്ഷെ അവന്റെ നമ്മൾ വായിച്ചല്ലോ, ദ്രവത്വമായത് അദ്രുവത്വത്തെ ധരിക്കും. അവന്റെ മൺമയമായ ശരീരം വിൺമയമായതിനെ പ്രാപിക്കുവാനിടയായി. അതിന്റെ വലിയ തെളിവാണ്. ആരെങ്കിലും വ്രണം നിറഞ്ഞ മനുഷ്യനുണ്ട്, ഒരു തുള്ളി വെള്ളം എന്നെ നാക്കി തരാൻ പറയൂ. ലാസറിനോട് പറയും, വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഇത് നാവിനെ തണുപ്പിക്കാൻ പറഞ്ഞപ്പോ അവൻ അപ്പോൾ വ്രണം നിറഞ്ഞവനല്ല. മനസ്സിലായോ? ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങൾ കാണും, പല പ്രയാസങ്ങൾ കാണും, ആർക്കും കണ്ടുപിടിക്കാനോ പരിഹരിക്കാനോ പറ്റാത്ത പ്രശ്നങ്ങൾ കാണും. എന്നാൽ സ്തോത്രം, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ ബലഹീന ശരീരം, മർത്യ ശരീരം തേജസ്കരിക്കപ്പെടുവാനിടയായി തീരും. അവർ മോർട്ടൽ ബോഡി വിൽ ബി ഇമ്മോർട്ടൽ ബോഡി when Christ comes. കർത്താവ് വരുമ്പോൾ നമ്മുടെ മർത്യമായ ശരീരം അമർത്യത്തെ സ്ഥാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ അധമപാതാളം എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ ഇടമാണ്. അവിടെ എന്തൊക്കെയാ? അത് പീഡനത്തിന്റെ സ്ഥലമാണ്, അവിടെ ദണ്ഡനമാണ്. അവിടുത്തെ ദണ്ഡനം തീരുന്നില്ല, അവിടുത്തെ വേദന അവസാനിക്കുന്നില്ല, അവിടുത്തെ ദാഹം തീരുന്നില്ല. സ്തോത്രം. അവിടെ ദാഹവും കഷ്ടതയും നിറഞ്ഞ സ്ഥലമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ദാഹവും കഷ്ടതയും യാതനയും നിറഞ്ഞ സ്ഥലം. ആ 26-ാമത്തെ വാക്യങ്ങളുടെ വാക്യമാണ് 26. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. ഈ പാതാളത്തിൽ പോയാൽ, ഈ യാതനാശ്രതി എന്ന് വെട്ടാൽ ഒരു കാരണവശാലും പുറത്തു കടക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ചിലരൊക്കെ പറയും, മരിച്ചു കഴിഞ്ഞാൽ അമ്മാച്ചൻ വന്നു, അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, മരിച്ചു പോയവരൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നെന്നൊക്കെ പറയും. അതെല്ലാം പിശാചുക്കളാണ്. കർത്താവ് പറയുന്നു, മരിച്ചൊരു മനുഷ്യൻ അവന്റെ ആത്മാവ് പോകേണ്ട സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഇല്ല. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ ധനവാൻ പാർത്ത സമയത്ത് യാതൊരു നിലയിലും ആത്മീയകാര്യത്തെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവൻ പട്ടും അവിടെ ധനവാന്റെ ലാസറിന്റെയും കാര്യം അവിടെ ആരംഭിക്കുന്നത്, അവൻ പട്ടും ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പട്ടും ധൂമവസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ദിനം പ്രതി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസം പോലും ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ വെച്ചില്ല. ഇന്ന് യാഗം കഴിച്ചേക്കാം, ഇന്ന് ആരാധനാലയത്തിൽ പോയേക്കാം, അല്ല ഇന്ന് കൂട്ടായ്മയ്ക്ക് പോയേക്കാം. മനസ്സിലായോ? പൗലോസ് പറയുന്ന പോലെ, ചിലർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇന്നും ഒരുപാട് പേരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ചർച്ചിൽ പോകത്തില്ല, സഭായത്തിന് പോകത്തില്ല. അതുപോലത്തെ ഒരു പുള്ളിയായിരുന്നു അത്. മനസ്സിലായോ? ദിനം പ്രതി കിട്ടുന്ന അവസരങ്ങളെല്ലാം പിക്നിക്കിനും അതിനും ഇതിനും ഒക്കെ പോകും.
കൂട്ടായ്മ കോട്ടേജ് മീറ്റിംഗ് വരത്തില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, ചർച്ചയിൽ വരത്തില്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. മനസ്സിലായോ? അന്നേരം കണക്ക് ബോധിപ്പിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ സഹോദരന്മാരെ കുറിച്ചുള്ള ബോധ്യം വരുന്നത്. മനസ്സിലായോ? ജീസസ്. ഞാനിവിടെ നിന്ന് നിർത്തുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം ഇതിനെ നമ്മൾ നീതിമാന്മാരുടെ മരണവും ദുഷ്ടന്മാരുടെ മരണവും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഇനിയും കിടപ്പുണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ വിശുദ്ധിയോടെ പ്രത്യാശയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ മരണം ഒരു ഉറക്കമാണ്. കർത്താവിന്റെ വരവിൽ അങ്ങനെയുള്ളവർ ഉണരും. സ്തോത്രം. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. വിശുദ്ധന്മാരുടെ മരണം, സ്തോത്രം, ഒരു ഉറക്കമാണ്. അവനൊരു പുനരുദ്ധാനമുണ്ട്. എന്നാൽ ദുഷ്ടന്മാരുടെ മരണം അത് നിത്യ മരണമാണ്. അവനെ അവിടുന്ന് ആർക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒന്ന്, വിശുദ്ധന്മാർക്ക് സ്വർഗം ലഭിക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് നരകമാണ് ലഭിക്കാൻ പോകുന്നത്. അക്കാര്യം മറന്നു പോകല്ലേ. സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്. ഈ സത്യം മറക്കാതിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടിന്റെ ചില ഈരടികളിലൂടെ നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി പ്രാർത്ഥന ആശീർവാദത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. അതിനായി പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞ ഇപ്പം മരിക്കുന്ന ഞാൻ ലിസി. ഇപ്പം മരിക്കുന്ന വിശുദ്ധന്മാരും അബ്രഹാമിന്റെ മടി പരദീസയിലേക്കല്ലേ പോകുന്നത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് അവൻ പാതാളത്തിൽ ചെന്ന് പിന്നെ മരിച്ച പഴയ നിയമ വിശുദ്ധന്മാരെ മുകളിലോട്ട് കൊണ്ടുപോയി ദൈവം അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പൊ ഏത് വിശുദ്ധൻ മരിച്ചാലും പർദീസയിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ കാൽവരി കുരിശിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരുണ്ടായിരുന്നല്ലോ. ആ കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണോ എന്ന് പറഞ്ഞപ്പോൾ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അന്നേരം മരിക്കുന്ന വിശുദ്ധന്മാർക്ക് പർദീസയുണ്ട്, ദുഷ്ടന്മാർക്ക് യാതനാസ്ഥലം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ദൈവം സഹായിക്കും. താങ്ക് യു. പാട്ടുപാടാം. Praise the Lord.